ഇന്നെൻ്റെ വിവാഹ ദിവസം. അതിരാവിലെ അതിസൂക്ഷ്മം 5 മണിക്ക് തന്നെ അലാറം കേട്ട് ഞാൻ ഉണർന്നു. ഞാൻ കുറേ നേരം ഇരുട്ടിലേക്ക് തന്നെ നോക്കിക്കിടന്നു. വീടിന് പുറത്ത് ട്യൂബ് ലൈറ്റുകളുടെ അത്യുജ്വല പ്രകാശം കാണാം. ആ പ്രകാശം ജനലിൻ്റെ വിടവിലൂടെ കുറേശ്ശെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എൻ്റെ മുറിക്കകത്ത് ഇരുട്ട്, പുറത്ത് പ്രകാശം. ഇതുപോലെയാണ് എൻ്റെ മനസ്സും. ഒരറ്റത്ത് സന്തോഷത്തിൻ്റെ വെളിച്ചം, മറ്റേ അറ്റത്ത് ആശങ്കയുടെ ഇരുട്ട്. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും എന്ന് ചങ്ങമ്പുഴ പാടിയതുപോലെയാണ് എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചങ്ക് പിടയ്ക്കുന്നു. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. 4 മാസം എത്ര വേഗതയിലാണ് കൊഴിഞ്ഞു പോയത്. ഈ 4 മാസത്തിനിടയ്ക്ക് മനസ്സിന് ഒരു തരി സമാധാനം ഉണ്ടായിട്ടില്ല. അലവലാദികളായ മനുഷ്യ പിശാചുക്കൾ, കല്യാണം കഴിഞ്ഞവരും അല്ലാത്തവരും, ചെറുപ്പക്കാരും കിളവന്മാരും, ബന്ധുക്കളും ശത്രുക്കളും എന്നിങ്ങനെ കണ്ടവനും കടിയവനുമൊക്കെ ഈ 4 മാസക്കാലം എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യരാത്രിയെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞു തന്ന് എൻ്റെ മനസ്സിലാ പരിപാവന രാത്രിയെ ഒരു കാളരാത്രിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഉപദേശി തെണ്ടികൾ. സമുദ്രത്തിൻ്റെ കരയിൽ വിശാലമായ സമുദ്രം കണ്ട് അന്തം വിട്ടു നിന്ന ഹനുമാനോട് കൂടെയുള്ളവർ എന്താ പറഞ്ഞത്? മോനെ, നിന്നെ കൊണ്ടിത് സാധിക്കും, നിന്നെ കൊണ്ടേ സാധിക്കൂ. അത് കേട്ടിട്ടാണ് ഹനുമാൻ ഒറ്റ ചാട്ടത്തിന് കടല് മറികടന്ന് ലങ്കയിലെത്തിയത്. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ ഒരു തെണ്ടിയുമില്ല. ആത്മസുഹൃത്തായ ജയൻ പോലും ഫുൾ നെഗറ്റീവാണ് പറയുന്നത്. ജയനും വേറെ കുറേ എണ്ണവും കൂടി എന്നെ ഗോവയിൽ കൊണ്ടുപോകാൻ നോക്കി. അവിടെ പോയാൽ എല്ലാം പഠിക്കാമത്രേ. എൻ്റെ പൈസയ്ക്ക് ഗോവ കറങ്ങാനുള്ള പ്ലാനായിരുന്നു. എൻ്റെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമാണല്ലോ ഉള്ളത് കുലുക്കി വീഴ്ത്താൻ. അതുമല്ല, കല്യാണം കഴിഞ്ഞാൽ ഗോവ ട്രിപ്പിൻ്റെ കാര്യം ഋതുവിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവന്മാർ പണം തട്ടാനും ചാൻസ് ഉണ്ട്. ആ വഴിക്ക് പോയെന്നും വേണ്ട, ആ പാമ്പ് കടിച്ചെന്നും വേണ്ട. പിന്നെ പട്ടിയും പൂച്ചയുമൊക്കെ ഇതെല്ലാം ഗോവയിൽ പോയല്ലേ പഠിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അവരെ ഒഴിവാക്കി വിട്ടെങ്കിലും പേടി ഉടുമ്പ് പിടിക്കും പോലെ മനസ്സിൽ പറ്റി പിടിച്ചിരുന്നു. പട്ടി എന്നെ ഓടിച്ച ദിവസം വിശപ്പ് കൊണ്ട് തളർന്നു വീണ എന്നെപ്പറ്റി നാട്ടുകാർ പറഞ്ഞു വരത്തിയത് എനിക്ക് ഞരമ്പിൽ ബ്ലോക്കാണെന്നാണ്. പരമദ്രോഹികൾ. പലരും പറഞ്ഞു എൻ്റെ ഹാർട്ടിന് പ്രോബ്ലമാണെന്ന്. ചിലർ പറഞ്ഞു ഇത് വെച്ചുകൊണ്ട് കല്യാണം കഴിക്കാൻ ഇറങ്ങി പുറപ്പെടരുതെന്ന്. അങ്ങനെ ചെയ്താൽ ഫസ്റ്റ് നൈറ്റിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമത്രേ. ചില സിനിമകളിലൊക്കെ അങ്ങനെയുണ്ട് പോലും. അങ്ങനെ ഞാൻ നെൽസൺ ഡോക്ടറെ കണ്ടു. അയാൾ കുറിച്ചു തന്ന ടെസ്റ്റൊക്കെ ചെയ്തു. എനിക്ക് ഷുഗറുമില്ല, കൊളസ്ട്രോളുമില്ല, ഞരമ്പിൽ ബ്ലോക്കുമില്ല. കുറേ അന്ധവിശ്വാസികൾ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിയതാണ്. അതിനുശേഷം ഞാൻ അവന്മാരെ കണ്ടാൽ പോലും മിണ്ടാറില്ല. കുറേ ഫസ്റ്റ് നൈറ്റ് എക്സ്പെർട്ടുകൾ വന്നിരിക്കുന്നു. ഇനി ഫസ്റ്റ് നൈറ്റ് എന്ന് ഏവരെങ്കിലും പറഞ്ഞാൽ അന്ന് അവൻ്റെ ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിനെ ഇപ്പോഴും പിടിച്ചുലയ്ക്കുന്നത് എനിക്ക് 100 പുഷപ്പ് ഒറ്റ സ്റ്റെപ്പിനെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. എന്തിന് 10 എണ്ണം പോലും തികച്ചും പറ്റുന്നില്ല. ഇത് എൻ്റെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുമോ? ബാധിക്കുമെന്നാണ് കല്യാണം കഴിഞ്ഞ വിദ്വാൻമാർ എന്നെ ഉപദേശിച്ചിരിക്കുന്നത്. അവന്മാർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും പരിപൂർണമായി അതങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്തായാലും കല്യാണമെന്ന കടമ്പ കടന്നവന്മാരാണല്ലോ അവർ. ഞാൻ കട്ടിലിൽ നിന്ന് ചാടിയിറങ്ങി ആവേശത്തോടെ പുഷപ്പ് എടുത്തു തുടങ്ങി. ഇന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഒരു 25 പുഷപ്പ് എങ്കിലും എടുത്താൽ ഈ കല്യാണത്തെ വരവേൽക്കാൻ എനിക്കൊരു ആത്മവിശ്വാസം ലഭിക്കും. ഞാൻ മനസ്സിൽ എണ്ണി തുടങ്ങി. 1, 2, 3. 9 ആയപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടി, കൈയൊക്കെ കുഴഞ്ഞു. 10ാമത്തെ പുഷപ്പിന് മുകളിലേക്ക് ഉയർന്നപ്പോൾ ആ ഹീ തുടങ്ങിയ ശബ്ദങ്ങൾ എൻ്റെ വായിൽ നിന്ന് വന്നു. ഈ സമയത്താണ് സുമാരൻ വല്യച്ഛൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്നത്. മൈ ഗോഡ്, ഞാൻ വാതിൽ അടയ്ക്കാതെയാണോ കിടന്നത്? ഞാൻ എന്തൊരു ബുദ്ധിശൂന്യാണ്. അകത്തേക്ക് വന്ന വല്യച്ഛൻ ഞാൻ തറയിൽ കിടന്ന് ഉയരുന്നതും താഴുന്നതും കണ്ടു. എൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട അപശബ്ദങ്ങളും കേട്ടു. അയ്യയ്യയ്യേ എന്ന് പറഞ്ഞ് മുഖവും പൊത്തിക്കൊണ്ട് വല്യച്ഛൻ വെളിയിലേക്ക് ചാടി. ദൈവമേ, വല്യച്ഛൻ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ ഹാ എന്നൊരു നിലവിളിയോടെ നെഞ്ചിടിച്ച് തറയിലേക്ക് വീണു. എൻ്റെ ഹാ എന്നുള്ള വിളിയും നെഞ്ചിടിച്ച് വീണ ശബ്ദവും കേട്ടതുകൊണ്ടാകണം പുറത്തുനിന്ന വല്യച്ഛൻ വീണ്ടും ഛേ അയ്യേ എന്ന് ശബ്ദമുണ്ടാക്കി. എന്താ? പുറത്തുനിന്ന് ഒരു ചോദ്യം. അമ്പുജാക്ഷി വല്യമ്മയാണ്. സുമാരൻ വല്യച്ഛനോടായിരിക്കും. ഇത്രയും നാൾ പിടിച്ചു നിന്നു, ഇന്ന് ഒരു ദിവസം കൂടി അവന് പിടിച്ചു നിന്നൂടെ? വല്യച്ഛൻ പറയുകയാണ്. എൻ്റെ കാവിലമ്മേ, എന്തൊക്കെയാണ് ഈ കിളവൻ വിളിച്ചു പോകുന്നത്? പുഷപ്പ് എടുത്തപ്പോൾ ശ്വാസം മുട്ടി ഒന്ന് വിളിച്ചുപോയി. പുഷപ്പ് എടുക്കുകയാണെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ ഏത് കുട്ടിക്കും മനസ്സിലാവുമല്ലോ. അതുമല്ല, ഒരു ചെറുപ്പക്കാരൻ്റെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ വാതിലിൽ ഒന്ന് മുട്ടണ്ടേ? തള്ളിക്കയറി അങ്ങ് വരികയാണ്. ഈ സംസ്കാരമില്ലാത്തവരുടെ തറവാട്ടിൽ വന്ന് ജനിച്ചതോർത്ത് ഞാൻ ഖേദിച്ചു. ജനിക്കണ്ടായിരുന്നു. എടാ, എല്ലാം കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവും.
വീഡിയോക്കാർ വന്നു നിൽക്കുന്നു. അതും പറഞ്ഞിട്ട് വല്യച്ഛൻ ഓടിക്കളഞ്ഞു. എല്ലാം കഴിഞ്ഞെങ്കിലെന്ന് ഭാവന ചിറക് വിടർത്തി പറക്കുകയാണ്. വല്യച്ഛൻ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. ഇനി എങ്ങനെ സത്യാവസ്ഥ വല്യച്ഛന് പറഞ്ഞ് മനസ്സിലാക്കും? കഥക് കുറ്റിയിടാതെ കിടന്ന നിമിഷത്തെ ഓർത്ത് ഞാൻ സ്വയം ശപിച്ചു. ദൈവമേ, കല്യാണ ദിവസം ആരംഭിച്ചത് തന്നെ അപശകുനത്തോടെയാണല്ലോ. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയോടെ ഞാൻ കുളിമുറിയിലേക്ക് കയറി.